ഹായ് മുത്തുമണീസ്, എല്ലാവർക്കും സുഖമല്ലേ? എനിക്ക് സുഖമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് മോർണിംഗ് റൊട്ടീനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ കുട്ടികളൊക്കെ മദ്രസയിൽ അയച്ചതിന് ശേഷം നമ്മൾ പറമ്പിലെല്ലാം തേങ്ങയൊക്കെ പറക്കാൻ പോയി. രാത്രിയൊക്കെ നല്ല കാറ്റൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ടാണ് തേങ്ങയെല്ലാം വീഴുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങ് പെറുക്കി. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇത് നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാകുന്നൊരു പൂച്ചയാണ്. നമ്മൾ വളർത്തുന്ന വെച്ചാൽ പുറമേ ഉണ്ടാകുന്ന, അകത്ത് കയറ്റൂല, പക്ഷെ ഇങ്ങനെ പുറമേ ഉണ്ടാവും. ഇവനില്ലേ നല്ല ഇപ്പം അടുപ്പത്തിലാണ്. എനിക്ക് ആദ്യമൊക്കെ പേടിയാണ്, ഇപ്പോൾ പേടിയൊന്നുമില്ല, പക്ഷെ നല്ല അടുപ്പത്തിൽ നല്ല പൂച്ചയാണ്. അങ്ങനെ ഇന്ന് നമ്മൾ സിമ്പിളായിട്ടുള്ള ഒരു ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത് റവ വെച്ചിട്ട്. എന്താണെന്ന് വെച്ചാലേ കുറേ ദിവസമല്ലേ ചപ്പാത്തി, പൂരി, ദോശ അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ആണല്ലോ കഴിക്കുന്നത്. ഇന്ന് നമുക്കൊന്ന് മാറ്റി പിടിക്കാം സിമ്പിളായിട്ട്. ഒന്നുമില്ലേ, മടി കാരണം കൊണ്ടാണ്. അപ്പം ഞാൻ എന്താ വെച്ച് ഇന്ന് ഉപ്മാവിൽ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാമെന്ന്. അങ്ങനെ നല്ല റവയൊക്കെ വറുത്തിട്ട് ഉപ്മാവാണ്. ഞാൻ ക്യാരറ്റൊക്കെ ഇടാറുണ്ട്, അപ്പോൾ ഇന്ന് ക്യാരറ്റ് ഇല്ല വീട്ടിൽ, അതുകൊണ്ട് ഉള്ളിയൊക്കെ ഇട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു. നല്ലോണം ഈ വെന്ത് വരുന്ന സമയത്തിൽ നമ്മൾ ഈ ആർക്കേജൊക്കെ ഒഴിച്ചാൽ നല്ല അടിപൊളി സ്മെല്ലും ഉണ്ടാവും. അതിനപ്പുറം ഒരു മീൻ പൊരിച്ചൊക്കെ വെച്ച് കഴിക്കാനേ നല്ല ടേസ്റ്റാണ്. മക്കൾ ട്രൈ ചെയ്തോക്കെ. ചിക്കൻ കറിയൊക്കെ നല്ലതാണ്. അങ്ങനെ ഞാൻ ഒരു ചായയൊക്കെ വെച്ച് അതിന് ശേഷം വാഷിംഗ് മെഷീനിൽ ഡ്രസ്സ് ഇടാനുണ്ടായിരുന്നു. അപ്പോൾ കുറേ ഡ്രസ്സ് ഉണ്ട്, അപ്പോൾ അതൊക്കെ ഇട്ട് മോനുണ്ട് എടുക്കുക സംസാരിക്കുന്നതാണ്. അപ്പോൾ ഇല്ലേ നല്ല ചൂടാണ്. ഏകദേശം 8-9 മണിയായിട്ടേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീട്ടിനടുത്ത് നല്ല ചൂടാണ്, ഭയങ്കര വെയിലൊക്കെ ഉണ്ട്. നിങ്ങൾക്കെല്ലാം എങ്ങനെയുണ്ട്? എല്ലാവരും സേഫായിട്ടിരിക്കുക. അപ്പോൾ വീട്ടിൽ നിന്നകത്ത് കയറിയാൽ വേർത്ത് കുളിക്കുന്നത്. അപ്പോൾ ചായയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ചായ റെഡിയായി. ഇന്നലെ നമ്മൾ വാങ്ങിയിട്ടുള്ള ബാക്കി കുണാഫ ഉണ്ടായിരുന്നു, ചീസ് കുണാഫ, അതങ്ങ് ചായക്ക് കഴിച്ചു. അപ്പോൾ അതിന് ശേഷമാണ് നമ്മൾ ഉച്ചക്കൊന്നും ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ആ സമയം നമ്മൾ വീട്ടിൽ മുമ്പിലുള്ള ഇന്ദുപ്രിയയും നന്ദു എല്ലാവരും വന്നു നമുക്ക് മാങ്ങ കഴിക്കാൻ പാത്തു എന്ന് വെച്ചു. അപ്പോൾ എല്ലാവരും എന്നെ പാത്തു എന്നാണ് വിളിക്കുക. അപ്പോൾ അവരെല്ലാവരും കൂടി നമ്മൾ രമേശിനെ മരത്തുനിന്ന് 2 മാങ്ങയൊക്കെ പറിച്ചു. അങ്ങനെ കടപ്പറാണ് നമ്മൾ പോകുന്നത്. ഈ സമയത്തല്ലേ പുറത്തിരിക്കാൻ നല്ല കാറ്റാണ്. എന്താ വെച്ചാൽ പുറത്ത് എന്ന് വെച്ചാൽ കടൽ സൈഡ്. ഈ മരത്തിൻ്റെ ഇടയിൽ പിന്നെ പറയേണ്ട അടിപൊളി സ്ഥലമാണ്. നല്ല കാറ്റൊക്കെ കൊണ്ട് തിന്നാൻ. അപ്പം നമ്മളെന്താക്കി നേരെ കടപ്പുറം പോയി നല്ല ഈ മാങ്ങ കഴുകാൻ നോക്കിയിട്ട് നല്ല വെള്ളമാണ്, നല്ല തിരയൊക്കെ അടിച്ച് വരുന്നത്. അപ്പോൾ ഹിന്ദുവാണ് വീഡിയോ എടുക്കുന്ന സമയത്ത് ഊളെ കാളൊക്കെ നനഞ്ഞു വന്ന് അവൻ പറയാം ഒന്ന് മുകളിലോട്ട് കയറിക്കോന്ന്. അങ്ങനെ നമ്മൾ വെള്ളത്തിലിട്ട് നല്ലോണം കഴുകി. അങ്ങനെ ഈ കവറിലിട്ടിട്ടാണ് നമ്മൾ ഉപ്പും മുളകും ഒക്കെ ഇട്ടില്ലേ നല്ലോണം മിക്സാക്കി. എന്നിട്ട് കല്ലിൽ അടിക്കുന്ന സമയത്തിന് ഫ്ലോപ്പായി ഗൈസ്. എന്താ വെച്ചാൽ അടിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ അവിടെയുള്ള കല്ലൊക്കെ എടുത്ത് നല്ലോണം മുട്ടി ഉടച്ചെടുത്ത്. അപ്പോൾ അതിനുശേഷം നമ്മളൊരു ഇലയിലിട്ടിട്ട് നമ്മളെല്ലാവരും വട്ടയിരുന്ന് കഴിക്കുന്നത്. അപ്പോൾ മോനിക്ക് ഒരു ചെറിയൊരു പ്രശ്നം, സൈക്കിളിൽ നിന്ന് വീണിട്ട് അതുകൊണ്ട് ഇരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ നമ്മളെല്ലാവരും കഴിക്കുന്നത് എന്താ ടേസ്റ്റ് എന്ന് പറയുക. ശരിക്കും ട്രൈ ചെയ്ത് നോക്കാം. അത് ഈ കടൽക്കാറ്റൊക്കെ കണ്ട് ഈ മരത്തിൻ്റെ അടിയിലിരുന്ന് തിന്നാനില്ല, അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്തു. ഇതൊരു വേറെ തന്നെ ഒരു ഫീൽ. അതും ഈ കുഞ്ഞു പിള്ളേരപ്പുറം കഴിക്കുന്നത് അത് വേറെ ലെവലാണ് മക്കളെ. എന്താ വെച്ചാൽ ഞാനൊരു ഉമ്മയാണ്, 3 കുട്ടികളുടെ ഉമ്മയായിട്ട്. ഇവരെല്ലാം ചെറിയ ചെറിയ പിള്ളേരാണ്. അവരപ്പുറന്ന് ഈ മാങ്ങ അണ്ടിയുണ്ടല്ലോ ഒരിക്കലും മിസ് ചെയ്യണ്ടേ. ആരെങ്കിലും ഇങ്ങനെ ഒരു മാങ്ങ ഉണ്ടാക്കി തിന്നുവാണെങ്കിൽ ഈ അണ്ടി മിസ്സാക്കണം. അപ്പോൾ അടിപൊളി ടേസ്റ്റ്. എൻ്റെ കൈമല് ലാസ്റ്റ് ഈ പിള്ളേർ കൈമന്ന് വാടിയിട്ടാണ് ചാടിയത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് അപ്പം നമ്മളിപ്പോൾ പോകുന്നത് തലശ്ശേരിയിലാണ്. എങ്ങനെയുണ്ട്? ഫർദാണ് എനിക്ക് നല്ലത്, അല്ല സാധാരണ നോർമൽ ഡ്രസ്സാണോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. അപ്പം നമ്മൾ ഓട്ടോ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഓട്ടോയിലേക്ക് പോകുന്ന സമയത്തുള്ള ചൂടാണ് ഇത്. അപ്പോൾ പോകുന്നല്ലേ എൻ്റെ ഒരു ഫ്രണ്ട് വന്ന് ഹജ്ജിന് പോകുന്നതാണ് അൽഹംദുലില്ലാ. അങ്ങനെ നമ്മൾ അവരെ കാണാൻ വേണ്ടിയിട്ട് പോയിട്ട് കണ്ടിട്ടൊക്കെ വന്നു ഗൈസ്. അപ്പോൾ നമ്മൾ പോയത് സൈദാർ വെള്ളിക്കാണ്, തലശ്ശേരി. അപ്പോൾ അവിടെ നിന്ന് വന്നിട്ട് നമ്മൾ പോയത് ഓട്ടോയിലാണ് വരുന്നത്. ഫ്രണ്ടിൻ്റെ അപ്പുറം ബൈക്കുമ്പോൾ കയറി. എന്താ വെച്ചാലേ നമുക്ക് അവിടെ ഹോസ്പിറ്റലിൻ്റെ അവിടെ വരെ പോകാനുണ്ടായിരുന്നു. അപ്പോൾ റോഡ് വരെ നമുക്ക് ബൈക്കുമ്പോൾ പോകാമെന്ന് വിചാരിച്ചു. ഈ റോഡില്ലേ ഈ എന്താ പറയുക തിരുവാണി ഓഡിറ്റോറിയൻ്റെ ആ റോഡാണ് ഇത്. ഈ വേറെ എന്താ പേരുണ്ടെന്ന് ഞാനറിയില്ല, പക്ഷേ ആദ്യമൊന്നും ഈ റോട്ടുമ്പോൾ പോകാൻ പറ്റാത്ത. എന്താ വെച്ചാൽ കുണ്ടും കുളിയൊക്കെ ഇപ്പം അല്ലേ അടിപൊളിയായിട്ട് ആക്കി. നല്ല മാഷാഅല്ലാഹ് നല്ല പറയാനുണ്ട്, കാണാനുമുണ്ട്. ഈ വൈകുന്നേരമൊക്കെ വാക്കിംഗ് ഒക്കെ പോകുന്നവർക്ക് നന്നായിട്ട് നടന്നു പോകാൻ പറ്റിയ നല്ല സ്ഥലമാണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഓട്ടോ കയറി ഫ്രണ്ട്സൊക്കെ വീട്ടിൽ പോയി. നേരെ പോകുന്നത് നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്. എന്താണെന്ന് വെച്ചാൽ മോനിക്കൊന്ന് കാണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സൈക്കിളിൽ നിന്ന് വീണിട്ട്. അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഇപ്പം അല്ലേ ഗവൺമെൻറ് ഹോസ്പിറ്റൽ കാഷ്വാലിറ്റി മുമ്പിലാണ് വന്നിട്ടുള്ളത്. നല്ല അടിപൊളി ഫെസിലിറ്റീസൊക്കെ ഉണ്ട്, നല്ല ഉണ്ട്. എല്ലാവരും പോയിട്ട് കാണിക്കുക. എന്താ വെച്ചാൽ പ്രൈവറ്റിൽ കാണിക്കുന്ന അതേ ഫീലാണ് അവിടെ നിന്ന് കിട്ടുന്നത്. കുറച്ച് വെയിറ്റൊക്കെ ചെയ്യണം, അങ്ങനെ ഉണ്ട്. എന്താ വെച്ചാൽ ഈ എമർജൻസി ആണല്ലോ, അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ കുറേ നേരം പോസ്റ്റായി നിന്ന് ഗൈസ്, ഭയങ്കര ബോറിങ്ങാണ്. എന്താണെന്ന് വെച്ചാൽ ഈ വെയിറ്റിങ്. അപ്പോൾ അതിന് ശേഷം എന്താക്കി നമ്മൾ മരുന്നൊക്കെ വാങ്ങി. അപ്പോൾ മോനിക്കൊരു കടലയൊക്കെ വാങ്ങി നേരെ വീട്ടിലേക്ക്